സംസാരിക്കേണ്ടതിന് വേണ്ടി പ്രിയ കർത്തദാസൻ സരോജ് ഭാഷയെ ക്ഷണിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തെ നിയന്ത്രിക്കുന്ന ബഹുമാന്യനായ പിന്നുമോൻ പാസ്റ്റർ, അതുപോലെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന രാജൻ പാസ്റ്റർ, രാജേഷ് പാസ്റ്റർ, DK ജോസ് പാസ്റ്റർ, എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ചുരുക്കം ആളുകൾ ഉള്ളുവെങ്കിലും ഉള്ളവർ വളരെ ഉത്സാഹത്തോടും എപ്പോഴും പറയുന്നത് പോലെ താല്പര്യത്തോടും കൂടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത് കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോകാതെ ഇന്നും വളരെ അനുഗ്രഹമായ നിലയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇട ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്ലാസ്സുകളും നമുക്കുണ്ട്. അങ്ങനെ ആ നിലകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ 100 പേരുള്ള ഗ്രൂപ്പുകൾ പലതും നമുക്കുണ്ട്. സ്തോത്രം. അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ചർച്ചകളും പരസ്പരം ചെളിവാരി എറിഞ്ഞും പരസ്പരം ആക്രോശിച്ചും പ്രമുഖരായിട്ടുള്ള ഞങ്ങളുടെ ഇടയിലൊക്കെ ഉള്ള ഗ്രൂപ്പുകളാണ്. സ്തോത്രം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ആ ആശയ സംഘട്ടനം നടത്തുന്നത് വലിയ വലിയ പ്രമുഖരാണ്. അല്ലെങ്കിൽ സഭയിലെ 100ഉം 200ഉം വിശ്വാസികളുള്ള സഭയിലെ പാസ്റ്റർമാരായിരിക്കാം. അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കാം. നമ്മുടെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. അതിനകത്തെല്ലാം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സംഘടനകളും പരസ്പരം ആക്രോശിക്കുക, പോര് വിളിക്കുക, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. എങ്കിലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 5 പേര് കൂടുന്ന 6 പേര് കൂടുന്ന ഗ്രൂപ്പ് അവരെക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. കർത്താവ് കണ്ടത് കൂടുതൽ തുക ഇട്ടവനെയല്ല, വിധവയുടെ ഒരു കാശ്. അതാണ് കർത്താവ് കാണുന്നത്. സ്തോത്രം. വലിയ തുക ഇട്ടവന്റെ ഇതും പേരവിടെ ഇല്ല. പക്ഷെ എളിയ പ്രവർത്തനം ചെയ്യുന്നത് എപ്പോഴും കർത്താവ് കാണുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആളുകൾ കൂടുന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ ചുരുക്കം ആളുകളുള്ളെങ്കിലും ഈ രാജേഷ് വാർഷൊക്കെ ഇടക്കാലം കൊണ്ട് കണ്ടതാണ്. വളരെ ഉത്സാഹത്തോടെയാണ് മീറ്റിങ്ങിൽ രാജേഷ് വാർഷൊക്കെ സംബന്ധിക്കുന്നത്. വളരെ യാദൃശ്ചികമല്ല. കർത്താവ് രാജേഷ് വാർഷ നമ്മൾ യാതൊരു പരിചയമില്ല. അട്ടപ്പാടിയിൽ ഒരു ദിവസം അദ്ദേഹം വന്നു. ഇവിടെ IPCയിൽ ചർച്ച ഉണ്ടെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഇങ്ങനെ ഒരു IPCയിൽ ചർച്ച നെല്ലിപ്പതിയിലുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ അട്ടപ്പാടിയിൽ മറ്റൊരു ദേവദാസൻ അടുക്കൽ വന്ന ദേവദാസൻ അങ്ങനെ അന്വേഷിച്ച് എൻ്റെ അടുക്കൽ വന്നതാണ്. ആ ഒരു ബന്ധം ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒറ്റ ദിവസത്തെ ചില മിനിറ്റുകൾ പാസ്റ്റർ വൈഫും കൂടെ നെല്ലിപ്പതി ചർച്ച വന്നിട്ടുണ്ട്. ആ ബന്ധം ഇന്നും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. രാജൻ പാസ്റ്റർ കാര്യത്തിൽ പിന്നെ പ്രത്യേക പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ഏറ്റവും വളരെ ആക്റ്റീവായിട്ട് ആദ്യം മുതലേ ഉള്ള ഒരു ദേവദാസിയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഒരു തിരുവചനം വായിച്ച് 8 മണി വരെ പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ആ സന്ദേശം കഴിയുമ്പോൾ ഞാൻ അങ്ങ് നിർത്തും. ഒരുപക്ഷെ എപ്പോഴാണെന്ന് അറിയില്ല. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് പ്രകാരം കാണുന്നു. യിരെമ്യാവ് 8-ാം അധ്യായം 7-ാം വാക്യം. ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുമ്പ്രാവും നീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഈ വചനമെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണ്. ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുമ്പ്രാവ് നീവൽ പക്ഷി കൊക്ക് മടങ്ങി വരാൻ. പേരിന്റെ അർത്ഥമൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഏലിയാവ് എന്നുള്ള ആ പേരും ഏലിയാവിന്റെ അപ്പനെ കുറിച്ച് അമ്മയെ കുറിച്ചൊന്നും നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോഴും നല്ലൊരു അപ്പനും അമ്മയും നല്ലൊരു ആത്മീക അന്തരീക്ഷത്തിൽ വളർന്നു വരാനായിട്ട് ദൈവം അവർക്ക് ഈ പറയപ്പെട്ടവർക്കൊക്കെ ഭാഗ്യം കൊടുത്തിട്ടുണ്ട്.
യിരെമ്യാ പ്രവാചകൻ പ്രത്യേകതയെ കുറിച്ച് പഠിച്ചാൽ കരയുന്ന പ്രവാചകനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിച്ചാലും അറിയാം. ശക്തമായ ശുശ്രൂഷ ചെയ്യുമ്പോഴും വലിയ ധൈര്യശാലിയൊന്നും ആയിരുന്നില്ല യിരെമ്യാവ്. നമ്മെ പോലെ ഭയം ഉണ്ടായിട്ടുണ്ട്, നിരാശയുണ്ടായിട്ടുണ്ട്, ദുഃഖം ഉണ്ടായിട്ടുണ്ട്. ഇത് പലപ്പോഴും യിരെമ്യാവിനെ കീഴടക്കിയിട്ടുണ്ട്. സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ ദൈവദാസന്മാർ, രാജൻ മാസ്റ്റർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഈ യിരെമ്യാവിനുണ്ടായ അനുഭവം ഒരു 50 പേര്, 10 കുടുംബം, അല്ലെങ്കിൽ എത്രയായിക്കൊള്ളട്ടെ, 2 കുടുംബം ഉള്ളെങ്കിൽ 2 പേരെ ഉള്ളെങ്കിലും 200 ആളുകളുടെ പരിപാടി എടുക്കുന്നവരും അതിനകത്തുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോ മിനിമോൻ ML വാർഷ ചർച്ചിൽ വളരെ ചുരുങ്ങിയ ആളുകളേ ഉള്ളൂ. ചുരുങ്ങിയ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഒരാളെ പോലും അതിനകത്ത് നമുക്ക് പരമാവധി നമ്മൾ പിണക്കാതെ നടക്കാൻ ശ്രമിക്കും. കാരണം ചുരുങ്ങിയ ആളുകൾ, അതിൽ നിന്ന് ആളുകൾ പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥകൾ കടന്നു വരാറുണ്ട്. കാരണം ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക, നയിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാര കാര്യമല്ല. ചില ആരാധന കഴിയുമ്പോൾ ശുശ്രൂഷകന്മാര് വെച്ച ഭക്ഷണം പോലും, കഴിഞ്ഞ ദിവസം എന്നോട് ദേവദാസൻ പറഞ്ഞത്, സ്തോത്രം, ഭക്ഷണം കഴിക്കാതിരുന്ന, യോഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം സഭാസംബന്ധമായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾ അവിടുത്തെ ദൈവദാസിയെ, കുഞ്ഞുങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അത് നിമിത്തം അവർക്കുണ്ടാകുന്ന നിരാശയും അവർക്കുണ്ടാകുന്ന വേദന ഒന്നും നിസ്സാരമല്ല. എന്തുകൊണ്ടാണ് സഭ ഈ കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാരുടെ മക്കൾ, രാജമാസ്റ്റർക്ക് മക്കൾ ശുശ്രൂഷയിലുണ്ട്. ഇനിയുള്ള കാലം എങ്ങനെയാ നമുക്കറിയാൻ കഴിയത്തില്ല. നമുക്കെല്ലാം ഉണ്ട്, സ്തോത്രം. കാരണം ഈ സഭയിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളെ ഇന്നത്തെ തലമുറകളെ വല്ലാത്ത അലട്ടിയിട്ടുണ്ട്, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, വലിയ ദുഃഖവും നിരാശയും എല്ലാം നമ്മളെപ്പോലെ തന്നെ, നമ്മൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നല്ലോ ഏലിയാവ്. അതേപോലെ തന്നെയാണ് ഈ യിരെമ്യാവിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ. അതുകൊണ്ടാണ് യിരെമ്യാവ് ആരും കാണാതെ പോയിരുന്ന് കരയുമായിരുന്നു. വാക്കിയെടുക്കാനായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് വാക്കിയെടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, സ്തോത്രം. യിരെമ്യാവിനെ കുറിച്ചൊരു പഠനം, ഒരു ചെറിയ ഇൻട്രഡക്ഷൻ എനിക്ക് മിനിപ്പാർഷൊക്കെ കിട്ടാൻ ലഭിച്ചപ്പോൾ, അദ്ദേഹത്തിനൊരു കുടുംബജീവിതമില്ല. വിവാഹം കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് കുടുംബജീവിതം പോലും വേണ്ടെന്ന് വെച്ച ഒരു ധീരഭക്തനായിരുന്നു യിരെമ്യാവ്, സ്തോത്രം. പക്ഷേ ദൈവം അറിയിക്കുന്ന ദൈവീക അരുളപ്പാടുകളെ യാതൊന്നും മറച്ചു വെക്കാതെ സധൈര്യം വിളിച്ചു പറയുന്ന ഒരു ആർജവം ഉണ്ടായിരുന്നു യിരെമ്യാവിന് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അടുത്ത ദിവസമൊക്കെ 1-2 ഗ്രൂപ്പിലെ യോഗങ്ങൾ കൂടി. ഒരുപാട് കോവിഡ് കാലഘട്ടത്തിന് ശേഷം സഹോദരന്മാരായാലും നമ്മുടെ ഒരുപാട് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കള്ളപ്രവാചകന്മാരും പ്രവാചകിമാരും എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളത് വളരെ വളരെ വസ്തുതാപരമായ കാര്യമാണ്. എന്തെല്ലോ അവര് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ വല്ലാത്ത അസ്വസ്ഥതയുളവാക്കും. ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് മുമ്പിലോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് ഏത് പരിസരമാണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. എന്തൊക്കെയോ പുലമ്പുന്ന, വിളിച്ചു പറയുന്ന ഒരുപാട് പേര് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അനീഷ് കാവാലം പാസ്റ്റർ പറഞ്ഞ പോലെ, കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ അവൻ പാസ്റ്ററായിട്ട്, ഇന്നലെ വരാൻ പാസ്റ്ററല്ല, ഒരു ഉറക്കം കഴിഞ്ഞ് അവൻ ഏറ്റു വന്നപ്പോൾ പാസ്റ്ററായിട്ട് വരുന്നില്ല. ടീം വർക്കിന്റെ പുറകെ പോയി. അവനൊരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. എവിടെയോ ആരാടനെ കൂടി 2 ടീം വർക്ക് കഴിഞ്ഞെത്തി അവനും പാസ്റ്ററായി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചുമ്മാ ഇതിലെ പോയി ഒരു ഉറക്കം കഴിഞ്ഞ് ഏറ്റു വരുന്നവൻ പാസ്റ്ററായി വരുന്നവനൊന്നും പാസ്റ്ററെന്ന് വിളിക്കരുത്. അതിന് യോഗ്യരായവർ വിളിക്കരുത്. വളരെ സത്യമായ കാര്യമാണ്. ആവശ്യമില്ലാതെ ആരെയും നമ്മൾ പാസ്റ്ററായിട്ട് രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല. അതിനുള്ളൊരു പോളിംഗ്
അതിനുള്ള ഒരു നിയോഗം വിളിയും ഉള്ളവരെയാണ് നമ്മൾ ആ നിലയിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ വരാൻ പോകുന്ന ന്യായവിധിയെ, വരാൻ പോകുന്ന തോതുകളെ പ്രവാചകൻ പറയുന്നുണ്ട് യാതൊരു മറയില്ലാതെ. അതുകൊണ്ട് എന്താ സംഭവിച്ചു വെച്ചാൽ സ്വന്തക്കാർ ഉപദ്രവിച്ചു. കാരണം താനൊരു ഇപ്പോൾ ബാബേൽ പ്രവാസത്തെ കുറിച്ച് ഇരമ്യാവ് പറയുമ്പോൾ മറുവശത്ത് കള്ളപ്രവാചകന്മാര് പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ദേശത്ത് വലിയ അനർത്ഥം വരാൻ പോകുന്നു, സമാധാനം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ മറുവശത്ത് പ്രവാചകന്മാര് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമുക്ക് സമാധാനം എന്നവർ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള പ്രവാചകന്മാര് ധാരാളം ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ലാത്ത ദൂത് പറഞ്ഞാൽ ഇരമ്യാവിനെ ആർക്കും വേണ്ട. ഇരമ്യാ പ്രവചനം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. നമുക്കവിടെ ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു, അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. സ്തോത്രം. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും, സ്വന്തക്കാര് ഇരമ്യാവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? സഭയിൽ പറഞ്ഞാൽ, എവിടെ പോയി പറഞ്ഞാലും ശരി, സ്തോത്രം, നമുക്ക് അനുകൂലമാകുന്നവരെല്ലാം എതിരായി മാറും. ഇന്ന് ആളുകൾക്ക് ഇഷ്ടമുള്ള സന്ദേശം എല്ലാം ചോദിച്ചാൽ അവർ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും മക്കളുടെ സംബന്ധമായിട്ടും അവരാഗ്രഹിക്കുന്ന, അവരുടെ ഈ ലോക ജീവിതത്തെ താലോലിക്കുന്ന, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിഷയം, ആ വിഷയത്തെ കുറിച്ചുള്ള ചില മറുപടികളും ദൂതുകളുമാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. UK പോകാനായിട്ട് പ്രാർത്ഥിച്ച് ജോലിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരാളോട് ഒരു പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ അതിലൊന്നും പോകത്തില്ല, എവിടെ ഏതെങ്കിലുമൊക്കെ കേരളത്തിൽ ജോലി നോക്കിയാൽ മതി, അങ്ങോട്ടൊന്നും പോകാൻ യാതൊരു സാധ്യതയില്ല, ദൂത് പറഞ്ഞാൽ പിന്നെ ആ പ്രവാചകനെ വിളിക്കുകയില്ല. ആ പ്രവാചകനെ വിളിക്കുകയില്ല. ചിലപ്പോൾ അതായിരിക്കും സത്യം എന്ന് പറഞ്ഞതുപോലെ ശരിയായ ആലോചന പറഞ്ഞതിന് പേരിൽ സ്വന്തക്കാരും ബന്ധുക്കാരും പിതൃഭവനവും ഇരമ്യാവിനോട് എതിര് പറഞ്ഞു. അതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. എന്നൊരു കാര്യം, കുറച്ച് കഴിയുമ്പം ദൂതൊക്കെ റെഡിയായി വരുമ്പോ ചക്കരവാക്ക് പറഞ്ഞൊരു പുറകെ വരും. അന്നേരം അവറ്റകളെ വിശ്വസിക്കരുന്ന. കാരണം വചനം അങ്ങനെയാണ്. അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. സ്തോത്രം. നീ അറിയിച്ച ആലോചനയുടെ പേരിൽ നിനക്കെതിരെ വെല്ലുവിളിക്കുന്നത് വേറെ എവിടുന്നുമല്ല, നിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. സ്തോത്രം. ആ വെല്ലുവിളിയെ നീ സദൈവ നേരിടണം. പിന്നെ പറയുന്നു, അവർ ചക്കരവാക്ക് പറഞ്ഞു വരും, അത് നിന്നെ നന്നാക്കാനല്ല. സ്തോത്രം. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഇന്നലെ നിനക്കെതിരെ വെല്ലുവിളിച്ചവന് മനസ്സിലാകും, ഇരമ്യാവ് പറഞ്ഞതാണ് ശരി. സ്തോത്രം. അവർ ചക്കരവാക്ക് പറഞ്ഞു വന്നാലും വിശ്വസിക്കരുതെന്നാണ്. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നൊരു പശ്ചാത്തലം ഇരമ്യാവിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യാവിന്റെ ഇരമ്യാവിന്റെ 5-ാം അധ്യായത്തിൽ വരുമ്പോ ഇരമ്യാവിനോട് പറഞ്ഞു, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരു ചോദ്യം. നമ്മൾ എവിടെ ചെന്നാലും ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിക്കുക. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ നമ്മൾ കാണുന്ന ചുറ്റുപാടിൽ അതൊക്കെ ഉണ്ടോ? സ്തോത്രം. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ? യിരെമ്യാവോട് പറഞ്ഞു, ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിലെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞറിയുകയും ചെയ്യും. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും, യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്രേ സത്യം ചെയ്തത്. നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല, നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി
മടങ്ങി വരുവാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്നതുപോലെ യെരമ്യാവോട് പറയുകയാണ്, യെരുശലേമിന്റെ വീതികളിൽ ഒന്ന് പോയി നോക്കണം, ഗുണമുള്ള ഒരുത്തനെങ്കിലും ഈ യെരുശലേമിന്റെ ഏതെങ്കിലും വീതികളിൽ ഉണ്ടോ എന്ന് യെരുശലേം വീതികളിൽ ചുറ്റി ചേർന്ന് അന്വേഷിക്കണം. ഒരുത്തനെങ്കിലും. അബ്രഹാമോട് ചോദിച്ചതുപോലെ 50 നീതിമാന്മാരുണ്ട്. അബ്രഹാം വിചാരിച്ചു കാണും ഇഷ്ടംപോലെ നീതിമാന്മാരുണ്ടെന്ന്. അവ ചാടിക്കേറി ചോദിച്ചു, ഇത്ര നീതി 50 പേരുണ്ട്, നശിപ്പിക്കത്തില്ല. 40 ഇല്ല, നശിപ്പിക്കത്തില്ല. 30 ഇല്ല, കുഴപ്പമില്ല. 10 ചുരുക്കം പറഞ്ഞ ഒരുത്തം പോലും ആ ദേശത്ത് ഗുണമുള്ളവനില്ല. സ്വത്രം നീതി പ്രവർത്തിക്കുന്നവനില്ല. പ്രവാചകനോട് പറഞ്ഞു, നീ യെരുശലേമിന്റെ വീതികളിൽ സഞ്ചരിക്ക്. വെറുതെ സഞ്ചരിച്ചാ പോരാ, ചുറ്റി നടന്ന് നോക്കണം. റൈറ്റ് ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നവരുണ്ടോ? ഇല്ല, ഒരുത്തനെ പോലും കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ കാണാൻ കഴിയാത്ത കൊണ്ട് ദൈവം അവരെ അടിക്കുന്നുള്ളൂ. പക്ഷെ ആ അടി അവരറിയുന്നില്ല. വാസ്തവമായ കാര്യമാണ്. നമ്മുടെ ചർച്ചിലേക്ക് തന്നെ നോക്കിയാൽ മതി. എത്ര അടി കിട്ടിയിട്ടും തിരിച്ചറിയാത്ത ഗുണമില്ലാത്തവന്മാര് നമ്മുടെ അട്ടപ്പാടിയിലുണ്ട്. അവനെത്ര റോഡിന്റെ മൂക്ക് കുത്തി ഓട്ടോയ്ക്കടി കിടന്ന് അവൻ ചത്ത പോലെ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുവന്നിട്ട് അവൻ തിരിച്ചു വരുന്ന വഴിക്ക് ചോദിക്കുന്നത്, അവൻ നേരെ മലയിലേക്ക് പോവാണ് വാറ്റുള്ളവർത്തോട്ട്. വെറുതെ പറഞ്ഞല്ല, അവനോട് പ്രാർത്ഥിച്ച് മടുത്ത് അവൻ കുടിച്ച് റോട്ടിൽ വണ്ടിക്കടി കിടന്നിട്ട് ഇവൻ കുടിയനായതിന്റെ പേരിൽ, ഇവൻ വിശ്വാസിയാണ്, പിന്മാറ്റ വിശ്വാസിയാണ്. കുടിയനായതിന്റെ പേരിൽ ഒരുത്തനും അവൻ എടുത്തുകൊണ്ട് പോകാൻ തയ്യാറായില്ല ഈ അട്ടപ്പാടിയിൽ. അവനെ വണ്ടിക്കിടിഞ്ഞ് വലിച്ചിട്ട് അവൻ ചത്ത പോലെ കിടക്കുകയാണ്. അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെന്നപ്പോഴാണ് അവന്റെ ബോധം വരുന്നത്. അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവന്റെ കൈ കൊടിഞ്ഞ് അവന്റെ വാരിയിൽ 3 കൊട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വരുന്ന വഴിക്ക് നേരെ മലയിലേക്ക് കയറിപ്പോയി കൂട്ടുകാരനെ വിളിച്ചു, വന്നാൽ ലേശം അടിക്കാൻ കിട്ടുമെന്ന്. അവൻ നേരെ വന്നത് ആശുപത്രിയിലേക്ക് പോയി ലേശം കഴിക്കുകയായിരുന്നു. എത്ര അടി കിട്ടിയാലും അത് തിരിച്ചറിയാനായിട്ട് കഴിയാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവരെ അടിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ നന്നാകാൻ വേണ്ടിയിട്ടാണ്. നീ അവരെ അടിച്ചുവെങ്കിലും അവർക്ക് വേദന വന്നില്ല. അവനെ അടി മേടിച്ച് തിരിച്ചിരുന്ന് നമ്മളെ തിരിച്ചു കാണിക്കുക, കളിയാക്കുകയാണ്. അടി കിട്ടിയെങ്കിലും അവന് വേദനപ്പെട്ടില്ല. സ്തോത്രം. നമ്മൾ വഴക്ക് പറയുമ്പോൾ നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്. ഇന്നും കൂടെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടിരിക്കുകയാണ്. നമ്മള് വഴക്ക് പറഞ്ഞാലും ആ വഴക്ക് കേട്ടിട്ട് നമ്മളെ ഇങ്ങനെ കോക്രാച്ചി കാണിക്കുക, തിരിഞ്ഞെന്ന് നമ്മളിങ്ങോട്ട് മാറുമ്പോൾ നമ്മളെ കോക്രാച്ചി കാണിച്ച് ചിരിക്കുക. കാരണം ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ വെറും പുല്ല എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നീ അവരെ അടിച്ചുവെങ്കിലും അവർക്ക് വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം വന്നില്ല. ബോധം കൈക്കൊള്ളാൻ മനസ്സില്ല. ബോധമില്ല, ശരിയാണ്. ബോധം കൈക്കൊള്ളാൻ അവർക്ക് മനസ്സില്ല. ബോധമില്ല മനുഷ്യന്. ബോധം നശിച്ചുകൊണ്ടിരിക്കും. പിശാച് അവരുടെ ബോധത്തെ അടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെ നമ്മൾ സ്തോത്രം ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യിരെമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിലും അത് തന്നെയാണ്. ഒരുത്തനെങ്കിലും കാണുമോന്ന് യെരുശലേമിന്റെ വീതികളിൽ ചുറ്റി നടന്ന് നോക്കിയിട്ടും നേരുള്ള ഒരുത്തനെയും കാണാനില്ല. കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടും പോകണ്ട. രാജമ്പാസക കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള നീതിക്ക് വേണ്ടി വിശക്കുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്നും അതൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഇത് പറയുമ്പോൾ എന്റെയൊക്കെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാണ്. എന്നാൽ കുറെ കൂടെ പുറകിലേക്ക് പോകുമ്പോൾ അത് കണ്ടും കൊണ്ടും കേട്ടും അനുഭവമുള്ള ആളാണ് രാജമ്പാസത്തിലുള്ള ആളുകൾ. അപ്പോൾ സ്തോത്രം, അന്നത്തെ വിശ്വസ്തത ഇന്ന് കാണാൻ കഴിയുന്നില്ല. അന്നത്തെ ന്യായം ഇന്ന് കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെയല്ല. പുറപ്പാട് ലേവ്യ പുസ്തകത്തിൽ കാണുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കുക. എന്റെ കാര്യം ചോദിച്ചാൽ നീ ഗുണമില്ലാത്തതുകൊണ്ട് അയക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ടാണ് പാലക്കയത്ത് നിന്നും കുരങ്ങ് ശല്യം ഉള്ളതല്ല. ഇതിന് വിളിക്കുമ്പോൾ അവിടെ കുരങ്ങന്റെ അയ്യറുകളിയാണ്. ഞങ്ങൾ ഇന്നലെ മൂച്ചിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു കുരങ്ങ് ഞങ്ങളെ ഗോഷ്ഠി കാണിക്കുകയാണ്. ആ പാലത്തിന്റെ അവിടെ നിന്നുണ്ട്. അപ്പൊ ഒരെണ്ണമല്ല, വീട്ടിലുള്ള എല്ലാം തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ്. 10-20 കുരങ്ങന്മാര് കമുങ്ങയില് വീടിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ഗോഷ്ഠി കാണിക്കുകയാണ്. ഞങ്ങൾക്ക് ചിരി വന്നു. അമ്മ നമ്മളെ കളിയാക്കുന്ന പോലെ ഗോഷ്ഠി കാണിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ആ പറമ്പിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ആനയേക്കാൾ ഭീകരനാ കുരങ്ങന്മാര്. ആനയേക്കാൾ ഭീകര. കാരണം മനുഷ്യന്റെ വകഭേദമല്ലേ. മനുഷ്യൻ അങ്ങനെ ഉണ്ടായെന്നാണല്ലോ പറയുന്നത്.
അപ്പൊ ആന വന്നാൽ അവിടെ എന്തെങ്കിലും ഒരു ഓല വലിച്ച് പോയി. ഇതങ്ങനെയല്ല, ഓട് പൊളി നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു വിശ്വാസിയുടെ ഓട് പൊളിച്ചിട്ട്, ഉണക്കപ്പയാണോ പച്ചക്കപ്പയാണോ എന്ന് എനിക്കറിയത്തില്ല, അവര് പണിക്കോ കൂളിക്കിടവോ പോയപ്പോ വീടിന്റെ ഷീറ്റ ഓടോ പൊളിച്ചിട്ട് അവിടെ ഇരുന്ന പിന്നെ കപ്പ എടുത്തുകൊണ്ട് പോയി. ആനയാണ്, അത്രയും ഉപദ്രവമില്ല, വല്ല പൊത്തിക്കൂടെ കയറ്റില്ല, ശരീരം ആയിരിക്കുള്ളൂ പോവുള്ളൂ. പക്ഷെ ഭയങ്കര ഉപദ്രവ. എന്തുകൊണ്ടൊക്കെ വരുന്നേ ചോദിച്ചാൽ പഴയ നിയമത്തിൽ കാണാൻ ദേശം ഗുണമില്ലാതായിരിക്കുമ്പോ ദൈവം ആന അയക്കും, കരടി അയക്കും. ഇന്നലത്തെ വാർത്ത നമ്മൾ ഇന്നലത്തെയാണോ എത്രയോ പേരെയാണ് പേപ്പട്ടി കടിച്ചത്. ആ പട്ടിയെ തപ്പി വേറെ പട്ടികൾ ഇറങ്ങിയിരിക്കുകയാണ്, പ്രത്യേക സ്ക്വാഡ് ഡോഗുകള്. കാരണം എത്രയോ ആളുകളെ കടിച്ചിരിക്കുന്നു, ഓടി ചേർന്ന് കടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവിക ന്യായവിധിയാണ് ഈ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്നതിലെ പിന്നെ കാരണം. ഇത് ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് പ്രവചന പുസ്തകങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ന്യായം പ്രവർത്തിക്കുന്നവനില്ല, അന്യായം പ്രവർത്തിക്കുന്നവര്. സ്തോത്രം. ആമേൻ. അപ്പോൾ ഇതൊക്കെ യിരെമ്യാവിനെതിരെ സ്വന്തക്കാരായിട്ടുള്ള ബന്ധുക്കാരായിട്ടുള്ളവരും ബോധമുള്ളവരത് മനസ്സിലാക്കാൻ ബോധമുള്ളവരില്ല. ഇനി ഉള്ളവൻ മുഖം പാറയേക്കാൾ കടുപ്പം എന്നാണ് പറയുന്നത്. സ്തോത്രം. മുഖം പാറയേക്കാൾ കടുപ്പമാക്കി, മുഖം പാറയേക്കാൾ കടുപ്പം. സ്തോത്രം. മടങ്ങി വരാൻ അവർക്ക് മനസ്സില്ല. നമ്മൾ എന്തോരമാണ് പോയി ഉപദേശിക്കുന്നത്, എന്തോരമാണ് പോയി ഉപദേശിക്കുന്നത്. അവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മടങ്ങി വരാൻ അവർക്ക് മനസ്സില്ല. സ്തോത്രം. അതാണ് നമുക്ക് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിൽ കാണുന്നത്. നീ അവരെ അടിച്ചുവെങ്കിൽ അവർക്ക് വേദനയില്ല. എന്നെ ക്ഷയിപ്പിച്ചേക്കാന്ന് തീരുമാനിച്ചു, എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളാൻ അവർക്ക് മനസ്സില്ല. ഇനി അടിച്ചാലും നന്നാകില്ല, ക്ഷയിപ്പിച്ചാലും നന്നാകില്ല. അവരെ കുറിച്ച് പറയുന്നത് മുഖം പാറയേക്കാൾ കടുപ്പമാക്കി. അതാണ് ഫറവോൻ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രത്തോളം ബാധ ദൈവം അയക്കുന്നോ അവൻ അത്രത്തോളം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിലെ ഒക്കെ നമുക്കത് കാണാനായിട്ട് കഴിയുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കും തോറും വിഷയം കഠിനപ്പെടുകയല്ലാതെ ഇവനൊരു മയം വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ ഓരോ ഉപവാസം കഴിയുന്നവർ ഇന്നും അടങ്ങി വരുമ്പം കഴിഞ്ഞ മാസത്തിൽ അവന് ചെയ്യാൻ ചെയ്യുന്നതിനേക്കാൾ ഡബിൾ മടങ്ങായിട്ട് അവൻ വീണ്ടും അടുത്ത പരിപാടിയായിട്ട് രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് കാണുമ്പോൾ പ്രാർത്ഥിക്കണ്ടെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എന്നാൽ യിരെമ്യാവിനോടാണ് തോന്നുന്നു. സ്തോത്രം. യിരെമ്യാവിനോട് തന്നെയാണ് പറയുന്നത്, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. യിരെമ്യാവ് 7-ാം അധ്യായം 15-ാം വാക്യം. അതുകൊണ്ട് നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. സ്തോത്രം. നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയാം. കാരണം ഗുണമില്ലാത്തവരെ കൊണ്ട് എന്ത് ചെയ്യാം, ഒരു പരിധിയോ മടുത്തു പോവാണ്. പക്ഷെ യിരെമ്യാവ് അങ്ങനെയൊക്കെ ആ സന്ദർഭത്തിൽ അത് പറഞ്ഞെങ്കിലും യിരെമ്യാവ് പ്രാർത്ഥന നിർത്തിയില്ല. യിരെമ്യാവ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തോന്നി ഇവറ്റകൾക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, വേറെ വല്ല പണിയില്ലേ നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, വെള്ളിയാഴ്ച കുത്തിയിരുന്ന് നമ്മൾ വീണ്ടും ഈ പറഞ്ഞവർക്ക് വേണ്ടി ഇത് തന്നെ യിരെമ്യാവ് ചെയ്യുന്നത്. ഇവര് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നെ യിരെമ്യാവ് അവർക്ക് വേണ്ടി കരയുകയാണ്. ഈ ഗുണമില്ലാത്തവർക്ക് വേണ്ടി കരയാം. നമ്മളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളിൽ പെട്ടെന്ന് തന്നെ ഇരിക്കാം. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം, ഇസ്രായേലിനോട് മടങ്ങി വരിക എന്നുള്ള ദൂതുകളാണ് ഈ വചനത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു മനുഷ്യൻ കയ്യെ കാലെ വീഴുന്ന പോലെയാണ് കർത്താവ് നമുക്ക് ഈ യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം അത്രയെല്ലാം ഒരു ദൈവികമാകുന്ന ഇടപെടൽ അവരോട് ഉണ്ടായിട്ടും എത്ര വിനയത്തോടും താഴ്മയോടും കൂടിയാണ് കർത്താവ് പറയുന്നത്, ഇസ്രായേൽ മടങ്ങി വരുവാൻ ഞാൻ കോപം കാണിക്കുകയില്ല. എന്നാൽ ഈ വീതികളിലെല്ലാം അന്വേഷിച്ചിറങ്ങിയപ്പോഴും ഭക്തനെ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ജനമെല്ലാം നീതിയുള്ളവരില്ല, അന്യായം പ്രവർത്തിക്കുന്നവരും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരും, സ്തോത്രം, എത്ര ദൈവിക സന്ദേശങ്ങൾ കേട്ടിട്ടും എത്ര ക്ഷയിച്ചിട്ടും തന്നെ കഠിനമാക്കുന്നവരുടെ
ഒരു അവസ്ഥയിൽ നടുവിൽ നിന്നുകൊണ്ട് സ്തോത്രം സ്തോത്രം മടുത്ത മനസ്സുമായി പ്രവാചകൻ അവരോട് ദൂതറിയിക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു വചനമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇതാണ് അവിടുത്തെ സാഹചര്യം. അവിടുത്തെ വീതികളിൽ അന്വേഷിച്ചപ്പോൾ നീതി പ്രവർത്തിക്കുന്നവനില്ല. സ്തോത്രം. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, അന്യായം പ്രവർത്തിക്കുന്നവർ എത്ര അടിച്ചെങ്കിലും അവർക്ക് ബോധം വരുന്നില്ല. സ്തോത്രം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പ്രവാചകൻ അവരോട് പറയുകയാണ്, ആകാശത്തിലെ പെരുഞ്ഞാറ. സ്തോത്രം. ആകാശത്തിലെ പെരുഞ്ഞാറ മനുഷ്യനേക്കാൾ ഭേദമാണെന്നാണ് അതിന്റെ ഉദ്ദേശം. മനുഷ്യൻ എത്ര ആലോചന കേട്ടിട്ടും ഗുണപ്പെടുന്നില്ല. മറുവശത്ത് ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലം അറിയുന്നു, പക്ഷെ മനുഷ്യൻ അറിയുന്നില്ല. സ്തോത്രം. ഇതെല്ലാം ദേശാടന കിളികളാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ രാജ്യങ്ങളിലൊക്കെ ദേശാടന കിളികൾ വരാറുണ്ട്. സ്തോത്രം. ആ ദേശാടന കിളികൾ അതിന്റെ ഒരു കറക്റ്റ് ടൈം, ചാർട്ടഡ് ടൈമാണ്. അവർക്ക് ഒരു ദിവസം പറക്കുന്നത് ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കണം എന്നുള്ളൊരു കണക്ക് ഈ പക്ഷികൾക്കുണ്ട്. സ്തോത്രം. മനുഷ്യരോട് പറഞ്ഞാലും നമ്മളൊക്കെ പറയെങ്കിലും പലപ്പോഴും നമ്മളൊന്നും ഗൗനിക്കാറില്ല. സ്തോത്രം. എന്നാൽ ഈ കിളികൾ അവർ ലക്ഷ്യമാക്കുന്ന ഒരു രാജ്യമുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് ഒരു പട്ടണത്തിലേക്കല്ല, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഈ ദേശാടന കിളികൾ പോകുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം അവരുടെ കണക്കിൽ ഇത്ര മൈൽ സഞ്ചരിക്കണമെന്നുണ്ട്. ഒരുപക്ഷെ ഒരു ദിവസം 60 കിലോമീറ്ററാണ് അതുങ്ങൾക്ക് പറക്കേണ്ടതെങ്കിൽ 30-20 കിലോമീറ്റർ കൊണ്ട് പരിപാടി നിർത്തിയിട്ട് അവർ കുത്തിയിരിക്കത്തില്ല. ആ കിളികൾക്ക് ആ രാജ്യത്ത് ആ ലക്ഷ്യത്തിൽ ചെല്ലേണ്ടുന്ന ഒരു സമയമുണ്ട്. അവിടെ എത്ര കാലം ആയിരിക്കണം എന്നുള്ളതിന് സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ അതിന്റെ റൈറ്റ് ടൈമിൽ തിരിച്ചു പോയവിടത്തേക്ക് തന്നെ, എവിടെ നിന്നാണ് പോയത് അവിടത്തേക്ക് തിരികെ വരണം. അപ്പോൾ അവരുടെ പറക്കലും അവർ ചെന്നെത്തുന്ന ലക്ഷ്യസ്ഥാനവും തിരികെ വരുന്നതിനുമെല്ലാം കൃത്യമായ കണക്കുള്ളത് കൊണ്ട് ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലം അറിയുന്നു. ഗുണമില്ലാത്ത, സ്തോത്രം, പിന്മാറിപ്പോയ വചനത്തിന് വിരുദ്ധമായി നടക്കുന്ന ജനമേ, നീ അതറിയാതിരിക്കുമ്പോൾ ഇതിലെ പറന്നു നടക്കുന്ന ആകാശത്തിലെ പെരിഞ്ഞാറയും കുറുമ്പ്രാവും മീവൽ പക്ഷിയും ഒക്കെ കൊക്കുമൊക്കെ മടങ്ങി വരാനുള്ള കാലം അറിയുമ്പോൾ നീ അറിയാതിരിക്കുന്നതിൽ ദൈവം ദുഃഖിക്കുകയാണ്. സ്തോത്രം. അതാണ് പറയുന്നത്, നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആകാശത്തിലെ പെരിഞ്ഞാറ കാലം അറിയുന്നു, കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരാനുള്ള സമയം അതനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. സ്തോത്രം. യെശയ്യാവിലാണ് നമുക്ക് തോന്നുന്നു, നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കവിടെ ഇപ്രകാരം അതിന്റെ 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. സ്തോത്രം. യെശയ്യാ പ്രവചനം 1-2 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. ഈ ഗുളിക്കട വഴി നടന്നാലേ കഴുതകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കഴുത നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അതിന്റെ ഉടയവൻ വരുമ്പോൾ ആ കഴുത കാണിക്കുന്ന സ്തോത്രം, അതിന്റെ ഒരു സന്തോഷം ഞാൻ ഈ ഗുളിക്കടവ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ കഴുത ഇങ്ങോട്ട് ഓടി വന്നിട്ട് അതിന്റെ യജമാനം വരുമ്പോ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയും രണ്ട് കാലും അതിന്റെ ഫ്രണ്ട് 2 കാലും ആ യജമാന ദേഹത്തേക്ക് കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. കഴുത തന്റെ യജമാനനെ അറിയുന്നു. സ്തോത്രം. അല്ലെങ്കിൽ കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനനെയും ഒക്കെ അറിയുന്നു. പക്ഷെ എന്റെ ജനം അറിയുന്നില്ല. അതുകൊണ്ട് എന്റെ ജനം അറിയാതിരിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടപ്പെട്ടവർ, ഈ ദൂതുകൾ അനുസരിക്കേണ്ടവർ അതറിയാതിരിക്കുമ്പോൾ ആകാശത്തിലെ പെരിഞ്ഞാറ കാലമറിയുന്നു. കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരാനുള്ള സമയമറിയുന്നു. അത് കറക്റ്റാണ്. അവരുടെ യാത്രയും മടങ്ങി വരും കൃത്യമാണ്. അത് അവർക്ക് കമാൻഡ് ചെയ്തിരിക്കുന്നതാണ് കർത്താവെങ്കിൽ
അവരോട് നിങ്ങളുടെ രീതി ഇങ്ങനെയാണ്, നിങ്ങളുടെ വ്യവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് ആ പക്ഷിമൃഗാദികളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അനുസരിക്കുന്നെങ്കിൽ മനുഷ്യ നീ അനുസരിക്കേണ്ടത്, നീ എത്രത്തോളം അനുസരിക്കാതെ സഞ്ചരിക്കുന്നു, വേദനാജനകമാണ്. പ്രവാചകൻ വേദനയോട് പറയുകയാണ്. സ്തോത്രം. ഇനി പഴയ നിയമത്തിലേക്ക് വന്നാൽ പെട്ടകമുണ്ടാക്കി. സ്തോത്രം. ആരാണ് ആ പെട്ടകത്തിൽ കൂടുതലുള്ളത്? മനുഷ്യരല്ല, നാൽക്കാലികളാണ്. സ്തോത്രം. മനുഷ്യൻ എത്ര പേരുണ്ട്? ആകയാൽ അല്പം എന്ന് പറയുമ്പോൾ അവിടെ വചനം കേട്ട് വരേണ്ടുന്നവർ സ്തോത്രം അല്പം മാത്രം ഉള്ളപ്പോൾ കേട്ട് ദൈവിക ദൂതുകൾ കേട്ട് ഈരണ്ടായി മൃഗങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ മനുഷ്യരെക്കാൾ കൂടുതൽ പെട്ടകത്തിനകത്ത് യോഗം കൂടുകയാണ്. സ്തോത്രം. അപ്പോൾ ആരനുസരിച്ച് അതിന്റെ ഈ ചിത്രീകരണമൊക്കെ കണ്ട് നമുക്ക് അതിശയം തോന്നും. ചുരുങ്ങിയ മനുഷ്യൻ കേൾക്കുമ്പോൾ ആന ഈരണ്ടായിട്ട് കയറി വരുന്നു, ആമ കയറി വരുന്നു, മറ്റ് പുലി കയറി വരുന്നു. അവരതിനകത്ത് വലിയ യോഗം നടക്കുമ്പോൾ അനുസരിക്കേണ്ടവർ ആമേൻ ആ ദൂതുകളെ ചെവിക്കൊള്ളാതെ സ്തോത്രം വെള്ളത്തിൽ നീന്തി ആമേൻ അവസാനത്തെ പ്രാണൻ പോകാനായിട്ട് അവർ ശ്വാസമെടുക്കുമ്പോൾ ഇവിടെ ഇതാ അനുസരിക്കുന്ന കുറെ മൃഗങ്ങളെ പെട്ടകത്തിനുള്ളിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് സ്തോത്രം. നമുക്ക് ഞാൻ ഈ സന്ദേശം പറഞ്ഞത്, നമ്മൾ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റിൽ കേൾക്കുന്ന നമ്മൾ ഇതിനൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകൾ സ്തോത്രം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. ചിലപ്പോൾ നമുക്ക് തോന്നും ഇനി എന്തിനാണ് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. യിരെമ്യാവിനെ പോലെ മടുത്തു പോകാതെ വീതികളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ന്യായം ചെയ്യുന്നവൻ ആരുമില്ല, എല്ലാം അനീതിയും അവിശ്വസ്തതയും കാണിക്കുമ്പോൾ യിരെമ്യാവിനെ പോലെ സ്തോത്രം ഹല്ലേലൂയ ഈ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ആരും കാണാതെ സ്തോത്രം യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു കണ്ണീരൊഴുക്കും. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു വചനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം യിരെമ്യാവ് ആരും കാണാതെ സ്തോത്രം മാറിയിരുന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിനാ കരയെന്ന് ചോദിച്ചാൽ ആകാശത്തിലെ അതേ പെരിഞ്ഞാറിയും ഈവൽ പക്ഷിയും കൊക്കും ഒക്കെ കാലം അറിയുമ്പോൾ ഞാൻ ഈ ദൈവിക അരുളപ്പാടുകൾ അറിയിച്ചിട്ട് ആരും ചെവിക്കൊള്ളുന്നില്ലല്ലോ എന്നോർത്ത് ആമേൻ എന്റെ ഉറ്റവരും എന്റെ പിതൃഭവനവും എന്നെ സ്നേഹിക്കേണ്ടവരും എന്നെ ആമേൻ ഏറ്റവും കൂടുതൽ ആമേൻ എന്നെ സ്നേഹിക്കേണ്ടവരും എന്റെ കുടുംബക്കാർ പോലും എനിക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ എങ്ങനെ കരയാതിരിക്കും? ആമേൻ. സ്തോത്രം. ദൈവം തന്ന ദൂതുകളെ ദേശത്തിന് നെടുകെ കുറുകെ സഞ്ചരിച്ചുകൊണ്ട് ദൈവം തന്ന കാഹളം പോലെ ശബ്ദം ഉയർത്തി ദേശത്തോട് ഒന്നും മറച്ചു വെക്കാതെ ദൈവിക അരുളപ്പാടുകളെ അറിയിച്ചിട്ടും മനുഷ്യനത് കേൾക്കാതിരിക്കുമ്പോൾ അകത്ത് വേദന കൊണ്ട് പ്രവാചകൻ ദൈവാത്മാവിൽ പറയുകയാണ്. സ്തോത്രം. ആകാശത്തിലൂടെ പോകുന്ന പെരിഞ്ഞാറ കാലം അറിയുന്നെങ്കിൽ ഞാനും നിങ്ങൾ അറിയാതിരിക്കരുത്. ഇന്നത്തെ കാലം നമ്മൾ അറിയണം, ഈ കാലത്തെ കുറിച്ച് അറിയണം, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിയണം. ഇത് അന്ത്യകാലമാണ്, ദുഷ്കാലമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്? ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭൂമി പൊട്ടുന്നു, തിരുവരെ കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുകയാണ്. വയനാട്ടിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉരുളപ്പൊട്ടൽ മാത്രമല്ല, ശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദമുണ്ടെന്ന് പറഞ്ഞ ആളുകൾ വൈരുദ്ധരായി സ്തോത്രം റോഡിന്റെ തെരുവോരങ്ങളിൽ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ സ്കൂളുകളിൽ അപ്രതീക്ഷിതമായി അവധി. നമ്മൾ സാധാരണ അവധി പ്രഖ്യാപിക്കുന്നപ്പോൾ തലേദിവസം പറയും, ചുരുങ്ങിയ വർഷം രാവിലെയെങ്കിലും പറയും, സ്കൂളിൽ കടന്നുപോയ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പഠിത്തം നിർത്തി നിങ്ങൾക്ക് അവധിയാണ്, വീട്ടിലോട്ട് പോക്കണം പറഞ്ഞു. കാരണം ഭൂമിക്കടിയിൽ നിന്ന് കുലുക്കം കേട്ട് എന്തെങ്കിലും നമ്മുടെ ക്ലാസ് വിട്ട ചരിത്രമുണ്ടോ? ഇല്ല. സ്തോത്രം. എന്തെങ്കിലും സ്ട്രൈക്ക് വന്നോ, വെള്ളപ്പൊക്കം വന്നോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വന്നോ നമ്മളെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാം. ഇന്നുവരെയും ഭൂകമ്പം ഉണ്ടായതിന് പേരിൽ നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടില്ല. അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ശബ്ദം കേട്ടതിന് പേരിൽ സ്കൂൾ വിട്ടതായിട്ട് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാലം തിരിച്ചറിയുക. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാസനമായിരിക്കുകയാണ്. അന്ത്യകാലമാണ്, ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. സ്തോത്രം. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കുവാൻ ഈ ആമേൻ ഫിനിഷിംഗ് പോയിന്റ് അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തി വന്നിരിക്കുകയാണ്. ഈ കാലം നമ്മെ വിഴുങ്ങിക്കളയാൻ ശത്രു അവന്റെ അവസാന തന്ത്രങ്ങളും പയറ്റി ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ, നമ്മുടെ തലമുറയെ, നമ്മുടെ സഭയെ, നമ്മുടെ ചുറ്റുപാടുകളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ യിരെമ്യാവിനെ പോലെ ഒരു പ്രവർത്തന മനുഷ്യനായി നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തിനായി
ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തെ നന്നായി അറിയുന്നവരാണ് നാം ഓരോരുത്തരും. ഇന്നത്തെ കാലഘട്ടത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നു. നമ്മൾ ഈ ക്ലാസ്യന്മാർ പോലും ഈ കാലഘട്ടത്തെ യഥാർത്ഥമായി അറിയാതിരിക്കുന്നു. ഹല്ലേലൂയ. കൊക്കും നീൾ പക്ഷിയും കുറുബ്രാവുമായി അത് മുൻപോട്ട് നീങ്ങുമ്പോൾ ഈ അന്ത്യകാലത്തെ മനസ്സിലാക്കി ദേവദാസന്മാരാകുന്ന നമുക്കും ശക്തിയോടെ മുന്നേറുവാനും കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഈ കാലത്തിൽ തികച്ചിക്കുവാൻ കർത്താവ് നമുക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയ തകർന്നും വളർന്നും മരവിച്ച മനസ്സുമായി നിൽക്കുന്ന വേഗത്തെ നടുവിലാണ് നാം പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും എത്ര ഉപദേശിച്ചാലും കേൾക്കാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കർത്താവുണ്ടായി ആ പ്രവാചകനൊക്കെ ദൈവത്തിലെ കാലങ്ങളിലേക്ക് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാലം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയിൽ വളർന്നു വരും. തിരിച്ചും മടുത്തും പോകാതെ ഉറച്ചു നിൽക്കാൻ കർത്താവ് തുടങ്ങി. ദൈവകരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. എന്റെ പ്രവർത്തനങ്ങളെ സഭയെ കർത്താവ് അനുഗ്രഹിക്കാം, കുടുംബമായി അനുഗ്രഹിക്കാം. ദൈവകരങ്ങളിലേക്ക് സ്വാമികൾ പങ്കെടുത്ത എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കാം. ആദ്യം പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പാദത്തെങ്കിലായിരിക്കാൻ കർത്താവെ അടിയങ്ങൾക്ക് കൃപ ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രാർത്ഥന ലീഡ് ചെയ്ത ദൈവദാസനായി ദാസിക്കാവുള്ള കുടുംബത്തിനായി അവരുടെ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ എമ്മയെ അനുഗ്രഹമാക്കിയിട്ടുണ്ട്. വചനത്തിൽ ശുശ്രൂഷിച്ച ദൈവദാസനെയും കുടുംബമായി ഏൽപ്പിച്ചും പ്രാർത്ഥിക്കും. തന്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഇന്നും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുവാനിടയായിരുന്നു. ദൈവമായ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതത്തെങ്കിലേക്ക് പിന്നെയും അതിശക്തിയോടെ മുന്നേറുവാൻ, മനുഷ്യരെ നോക്കിയല്ല ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവാത്മാവ് നൽകി തരുന്നത് പോലെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിപ്പാനും കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണം. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരോടും കർത്താവ് ഇടപെടുമാറാകണമേ. ഇരമ്യാവിനെ പോലെ, ഏലിയാവിനെ പോലും ആത്മശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ, ആത്മാവ് നൽകി തരുന്നത് ഒന്നും മറച്ചു വയ്ക്കാതെ ഉള്ളതുപോലെ ജനത്തോട് സംസാരിക്കുവാനും ഇടപെടുവാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും കൃപ ചെയ്താണ്. അടിയങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, അവിടുത്തെ ശക്തിയാലും കൃപയാലും നൽകും. നശിച്ചു പോകുന്ന ഈ തലമുറകളുടെ നടുവിൽ, ഈ വക്രതയും കോട്ടമുള്ള തലമുറ, ഈ വല്ലാത്ത തലമുറ ദൈവത്തെ അനുസരിക്കാതെ പോകുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ വായിച്ചതുപോലെ ആകാശത്തിലെ പെരിഞ്ഞാറയും കൊക്കും വീവൽ പക്ഷിയും കുറുംപ്രാക്കളും അവയൊക്കെ അതിന്റെ കാലമറിയും. പരിജ്ഞാനമുണ്ടെന്നും വിദ്യാഭ്യാസമുണ്ടെന്നും ഇതെല്ലാം പറയുന്നതായ മനുഷ്യന് ഇതൊന്നും ഗ്രഹിക്കുവാൻ കഴിയാതെ സംഭവിക്കുന്നത് എന്തെന്ന് മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നത് ആ കുറുംപ്രാക്കൾക്കും അല്ലെങ്കിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അറിയുവാൻ തക്കവണ്ണം ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആയതുപോലെ ഹല്ലേലൂയ, ദൈവസന്നിധാനത്തെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ സ്വർഗമിടയാക്കണമേ. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ, ലോക സംഭവങ്ങൾ എല്ലാം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കും. മൃഗങ്ങൾ വരുന്നു, പക്ഷികൾ വരുന്നു, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ജനത്തിന് മധ്യേ ദൈവമായ കർത്താവ് അയച്ചിട്ടും ഇതിനോടൊന്നും പ്രതികരിക്കാതെ ദൈവഭയമില്ലാതെ കടന്നു പോകുന്ന ജനത്തിന്റെ മധ്യേ ഒരു വലിയ വിടുതലിന് വേണ്ടി ഈ രാത്രിയിൽ വഴിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവജനത്തെയും ദൈവദാസന്മാരെയും ശുദ്ധീകരിക്കണമേ. ദൈവദാസന്മാർ അലമുറയിട്ട് പറഞ്ഞാലും അവരെ പരിഹസിക്കുന്ന സമൂഹം, വിശ്വാസികൾ, സഭ ഒക്കെ അങ്ങനെ ആയിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അതിൽ നിന്നൊരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. അവിടുത്തെ കൃപ തന്ന് ബലപ്പെടുത്തണം, അവിടുത്തെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. നിങ്ങൾ ആരും ക്ഷീണിച്ചോ മടുത്തോ മന്ദീപിച്ചോ പോകുവാനല്ല, ആത്മാവിന്റെ ശക്തിയിൽ മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമേ. വചനം സംസാരിച്ച ദൈവദാസനെ അധികമായി ബലപ്പെടുത്തിക്കാൻ, കുടുംബമായി അനുഗ്രഹിച്ചാൽ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാൽ, ശുശ്രൂഷകളെ മാനിച്ചാൽ, കൂട്ടായ്മയെ അനുഗ്രഹിച്ചാൽ, ദേശത്തിന്മേൽ വിടുതലയച്ചാൽ, ഓരോ ജീവിതങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും കണ്ട് മനം മടുക്കാതവർ
ദൈവകൃപയിൽ ആശ്രയിച്ചു മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഇവിടത്തോട് പ്രാർത്ഥിക്കുന്നു. അനേക ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ ദൈവദാസൻ പറയുവാനിടയായി. ഗ്രൂപ്പുകളൊക്കെ ചെയ്തത് എന്താണ്? കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും അധികമായി എഴുന്നേൽക്കുമെന്നും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ആയതുപോലെയൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ ദൈവകൃപ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിയോഗവും ശക്തിയും പ്രാപിപ്പാൻ കർത്താവെ അവിടെ നിലയാക്കേണ്ടതിനായി ദൈവകരങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങളെ ബലപ്പെടുത്തുമാറാകണം. വലിയ വിടുതല നിങ്ങളെ പ്ലസ് മീഡിയയുടെ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതിലേക്ക് ഇനി ധാരാളം ദൈവദാസന്മാർ പ്രവേശിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് ഈ പ്രവർത്തനം ഒരു കാരണവശാലും ക്ഷീണിച്ചോ തളർന്നോ പോകാൻ, മന്ദിവെച്ചു പോകാൻ, ശക്തിയോടെ മുന്നേറുവാൻ, വിശ്വസ്തയോട് നീതിയോട് നിൽക്കുവാൻ കർത്താവെ ഇവിടുന്ന് സഹായിക്കണമെന്ന് അവിടത്തോടും പ്രാർത്ഥിക്കുന്നു. അനേക സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെയും അനീതിയും അക്രമവും കൊണ്ടും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചടിയങ്ങളുടെ പ്രവർത്തനത്തെ കർത്താവ് കൊടുത്ത് മാനിക്കണം. തിരുനാമം തന്നെ മഹത്വം എടുക്കണം. കർത്താവെ ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളുടെ മറവിൽ മറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വചനത്തെ വിട്ട് വള്ളി പുള്ളി മാറിപ്പോകാതെ ഉള്ളതുപോലെ പ്രസ്താവിച്ചും പഠിച്ചും ജീവിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരുവാൻ കർത്താവടിങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. ദൈവകൃപകൾ മറുത്താടി ഇത്രത്തോളം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും വഴികളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ദൈവകൃപയ്ക്കുൾ മറച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പിതാവേ, കൃപയോട് കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ വിടിവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ലോകമെങ്ങുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും പ്ലസ് മീഡിയയുടെ പ്രവർത്തനത്തോടു കൂടെ ഇത് സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാരോട് കൂടെയും അതിൽ വചനം സംസാരിച്ച ദൈവദാസനോട് കൂടെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരെ. ആമേൻ.